ജെബിൻ, ഈ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം. മാധ്യമം ചാനൽ എന്നെയും ബഹുമാന്യനായ ശ്രീ PT ലീതേഷിനെയും ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ ചിത്രമാണ്. ഇതിൻ്റെ വീഡിയോയും ഉണ്ട്. ഇത് മഹാത്മാ ശ്രീ അയ്യൻകാളി സ്പോർട്സ് റെസിഡൻഷ്യൽ സ്കൂളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില ഇടപെടലുകൾ നടത്തിയപ്പോൾ, ഇപ്പോൾ നിലവിൽ അത് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അങ്ങനെ വന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും അറിഞ്ഞു. അങ്ങനെ മാധ്യമം മീഡിയ ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തു. അതിൻ്റെ ചിത്രമാണത്. ഇതിപ്പോൾ ഏകദേശം ഒരു 8 മാസത്തിന് മുകളിലായിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂ ചെയ്തിട്ട്. പക്ഷേ ഇന്നേ വരെ ഈ ഇൻ്റർവ്യൂ പുറം ലോകം കണ്ടിട്ടില്ല. ഞങ്ങൾ അതിലേക്ക് വരാൻ, ഇപ്പോൾ ഈ ചിത്രം എടുത്ത് കാണിക്കാനും ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുമുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ കഴിഞ്ഞ ദിവസം ഒക്ടോബർ മാസം 9-ാം തീയതി മാന്യവർ കാൻഷിറാംജിയുടെ ചരമദിനവുമായി ബന്ധപ്പെട്ട് UP യിൽ നടന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമ്മേളനത്തിന് ശേഷം മാധ്യമം പത്രം അവരുടെ ഓൺലൈൻ വെബ്സൈറ്റുകളിലെല്ലാം അവർ പ്രചരിപ്പിച്ചത് BSP BJPയോട് അടുക്കുന്നു എന്നാണ്. ഇതുവരെ ഇവരൊക്കെ പറഞ്ഞിരുന്നത് BSP BJPയുടെ B ടീം എന്നാണ്. ഇപ്പോൾ പറയുന്നു അടുക്കുന്നുവെന്ന്. അപ്പോൾ ഇവർ പറയുന്നതിലെ കള്ളത്തരം അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. പക്ഷേ നിരന്തരമായ സാമൂഹ്യ മാധ്യമങ്ങൾ ഇടപെടലിലൂടെ അവരുടെ സൈറ്റിൽ നിന്നും ആ വാർത്ത അവർ പിൻവലിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? അവർ പ്രചരിപ്പിച്ചത് കള്ളവാർത്തയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അവർ അവരുടെ സൈറ്റിൽ നിന്നും ആ വാർത്ത പിൻവലിച്ചിരിക്കുന്നത്. പിൻവലിച്ചതിന് നന്ദിയുണ്ട്. പക്ഷേ എങ്കിൽ പോലും മാധ്യമം പത്രം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ആദ്യം കാണിച്ച പടം മഹാത്മാ അയ്യൻകാളി സ്പോർട്സ് സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ മോശവും സർക്കാർ ആ സ്കൂൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ഇടതുപക്ഷ ഉദ്യോഗസ്ഥ യൂണിയനുകൾ ആ സ്കൂളിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞങ്ങൾ ഇത് ഇടപെട്ടതിന് ശേഷം മാത്രമാണ് ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യുവാൻ ഇവർ തയ്യാറായത്. എന്താണ് ഇവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടും ടെലികാസ്റ്റ് ചെയ്യാൻ എന്താണ് ചെയ്യാഞ്ഞത്? മാധ്യമം മീഡിയയുടെ, മാധ്യമം പത്രത്തിൻ്റെ, മാധ്യമം ചാനലിൻ്റെ ജാതി വിവേചനം കൊണ്ടാണ് നിങ്ങളത് ചെയ്യാതിരുന്നത്. നിങ്ങളിപ്പോൾ ഈ സമുദായത്തിൽ നിന്നും രാജ്യം അറിയപ്പെടുന്ന ഏറ്റവും വലിയ നേതാവ് ബഹൻജി മായാവതി ഇത്രയും വലിയൊരു സമ്മേളനത്തിന് അഭിസംബോധന ചെയ്തപ്പോൾ നിങ്ങൾ BJPയോട് അടുക്കുകയാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അടുക്കുകയാണെന്ന് പറഞ്ഞ നിങ്ങൾ സമുദായ സ്നേഹം കൊണ്ട് ആണ്, അല്ലെങ്കിൽ ജനാധിപത്യ ബോധം കൊണ്ടാണ്, അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ വിനിയോഗിക്കുന്നത് കൊണ്ടാണ് എങ്കിൽ നിങ്ങളെ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്തേനെ. നിങ്ങൾ ചെയ്തില്ല. എന്തുകൊണ്ടാണ്? കേരളത്തിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാധ്യമം പത്രം ചാനൽ നിങ്ങൾ കാണുന്നത് ജാതി കണ്ണുകൊണ്ടാണ്, ജാതി വിവേചനത്തിൻ്റെ കണ്ണുകൊണ്ടാണ്, ബ്രാഹ്മണിസം കൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ വാർത്ത, ഈ പാവപ്പെട്ട 400-ലധികം, പിന്നെ മാത്രമല്ല ഏകദേശം 34ഓളം മറ്റ് റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട് ഈ വകുപ്പിന് കീഴിൽ. 34ഓളം റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഡോക്യുമെൻ്റ് സഹിതം ഞങ്ങൾ നിങ്ങളെ ബോധിപ്പിച്ചില്ലേ? നിങ്ങളെന്താ ടെലികാസ്റ്റ് ചെയ്യാത്തത്? നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളെ ആരൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട്. ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ നിങ്ങളെ സ്വാധീനിച്ചത് കൊണ്ടാണ് നിങ്ങൾ ആ വാർത്ത ടെലികാസ്റ്റ് ചെയ്യാതിരുന്നത്, ആ ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യാതിരുന്നുകൊണ്ടാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ഞങ്ങൾ രാഷ്ട്രീയമായി ഇടപെടുമ്പോൾ, BSP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളുടെ നേതാവ് മായാവതിയും രാഷ്ട്രീയപരമായി ഇടപെടുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ BJPക്കൊപ്പമാണെന്ന്. എന്നാൽ ഇടതുപക്ഷം ഞങ്ങളെ കൂടെ നിർത്തി ചതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൃത്യമായ ഡോക്യുമെൻ്റ്, വിവരാവകാശ പ്രകാരം എടുത്ത 100-ലധികം ഡോക്യുമെൻറ്റുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടും നിങ്ങൾ ഈ സമുദായത്തെ വഞ്ചിച്ചു. നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഒന്നുമല്ല, നിങ്ങൾ ബ്രാഹ്മണിസം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് മാധ്യമം ചാനൽ ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ 2008-ലും 2009-ലും 2010-ലും ഒക്കെ വലിയ തലക്കെട്ടോടുകൂടി മനോരമ പത്രമടക്കമുള്ള കേരളത്തിലെ പത്രമാധ്യമങ്ങൾ ബഹൻജി മായാവതി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച്
4 പേജ് വരുന്ന, ഞാനിതെല്ലാം ഡോക്യുമെൻ്റൊക്കെ കാരണം ആ കാലഘട്ടത്തിൽ ഞാൻ BSP വിരുദ്ധനായിരുന്നത് കൊണ്ടാണ് ആ ഡോക്യുമെൻ്റൊക്കെ സൂക്ഷിച്ച് എൻ്റെ കൈവശമുണ്ട്. ആ ഡോക്യുമെൻ്റുകൾ സഹിതം നിങ്ങൾ മാധ്യമത്തിൻ്റെ ആളുകൾ വന്നോളൂ, ഡോക്യുമെൻ്റ് സഹിതം വെച്ച് ഞാൻ വർത്തമാനം പറഞ്ഞു തരാം. അതുകൊണ്ടേ നിങ്ങളുടെ ഈ മാധ്യമ പ്രവർത്തനത്തിൽ ജാതി വിവേചനം ശരിയല്ല. കാരണം നിങ്ങൾ ഈ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ആളുകളാണ്, മാറ്റി നിർത്തപ്പെട്ട ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥിതിയിൽ കുഴപ്പക്കാരാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷേ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളും ഞങ്ങളാണ്. പക്ഷേ നിങ്ങൾ കാണിക്കുന്നത് ബ്രാഹ്മണിസവും ഹിന്ദു ജാതീയതയും പിന്തുടരുന്ന രീതി അത് ശരിയല്ലെന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വലിയ സമ്മേളനം, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമ്മേളനം ഇപ്പോൾ നടന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പരാമർശിച്ച് തെറ്റായിപ്പോയി അത് പറയാൻ വേണ്ടിയാണ്. മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. അത് ഞങ്ങൾ പ്രത്യേകമായൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുകയും ചെയ്യും. ജയ് ഭീം.